നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. 100 ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ യുദ്ധസ്മാരകം നാളെ രാജ്യത്തിന് സമർപ്പിക്കും. പുൽവാമ ചാവേർ ആക്രമണത്തിന് തുടർച്ചയായി അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കെയാണ് സ്മാരകം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. മുൻപ് പലതവണ മാറ്റിവെച്ച ഉദ്ഘാടന ചടങ്ങ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ചത്. കൊച്ചി നഗരത്തിലെ പുകശല്യം രൂക്ഷമായി തുടരുന്നു. നഗരത്തിലെ പലയിടങ്ങളിലെയും സ്ഥിതി അതീവ ഗുരുതരം. തൃപ്പൂണിത്തുറയിലും ഇരുമ്പനത്തും ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പുകശല്യം രൂക്ഷമായതോടെ ഇന്നലെ രാത്രി ഇരുമ്പനത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കാസർഗോഡ് പെരിയ ജവഹർ നവോദയ സ്കൂളിൽ 6 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 67 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മെഡിക്കൽ സംഘവും സ്കൂൾ അധികൃതരും പറഞ്ഞു. കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പെരിയയുടെ വീടിന് നേരെയാണ് ആക്രമണം. വീടിന് തീവയ്ക്കാൻ ശ്രമിച്ച ആക്രമികൾ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾ തകർക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിലുറച്ച് ലോക് താന്ത്രിക് ജനതാദൾ. പാർട്ടിക്ക് സ്വാധീനമുള്ള മലബാർ മേഖലയിൽ സീറ്റ് നൽകണമെന്നാണ് LJDയുടെ ആവശ്യം. ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് ആവശ്യമുന്നയിക്കുമെന്ന് LJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പാലക്കാട് കഞ്ചിക്കോട് നിർമ്മിച്ച അപ്നാ ഘർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആതിഥ്യ മര്യാദയുടെ വേറിട്ട മാതൃകയാണ് അപ്നാ ഘർ എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബർധമാൻ അഗ്രോ പ്രോഡക്റ്റ് ഇന്ത്യ ലിമിറ്റഡ് മെഡിക്കൽ കോളേജിന് അനുവദിച്ച ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങലും നടന്നു. കോടിയേരി NSSനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CPM ആണ് മാടമ്പിത്തരം കാണിക്കുന്നത്. കേരള നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് NSS. ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഇത് പഠിക്കണമെന്നും മുല്ലപ്പള്ളി കൊച്ചിയിൽ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ച കോൺഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും. തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കാസർഗോഡ് SP ഓഫീസിലേക്ക് മാർച്ചും നടത്തും. സംസ്ഥാനത്ത് അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഹേമചന്ദ്രൻ. തീപിടുത്തത്തിന് പിന്നിലെ അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിക്കും. ഇത് സംബന്ധിച്ച് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഫയർഫോഴ്സ് മേധാവി വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ കഴക്കൂട്ടത്തെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ അറിയാതെയാണ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. കേന്ദ്രം കാണിക്കുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ്. സർക്കാർ പദ്ധതികൾ പാർട്ടി പരിപാടികളാക്കി മാറ്റാനുള്ള നീക്കം ശരിയല്ല. ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണിതെന്നും മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. യുവ സിനിമാ സംവിധായിക നയന സൂര്യൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലെനിൻ രാജേന്ദ്രന്റെ മകരമഞ്ഞിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നയന സഹസംവിധായികയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം പിന്നീട് സ്വദേശമായ ആലപ്പാട്ട് നടക്കും. ബോളിവുഡ് താരം ശ്രീദേവി ഓർമ്മയായിട്ട് എന്ന് 1 വർഷം. 2018 ഫെബ്രുവരി 24-നാണ് ദുബൈയിലെ ജുമൈറ ടവേഴ്സ് ഹോട്ടൽ മുറിയിലെ ബാത്ടബിൽ ശ്രീദേവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എയർ ഇന്ത്യ വിമാനം റാഞ്ചി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്ന ഭീഷണി സന്ദേശത്തിനെ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ അതീവ സുരക്ഷ. ശനിയാഴ്ച പകൽ മുംബൈയിലെ എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിലാണ് ഫോണിലൂടെ റാഞ്ചൽ ഭീഷണി ലഭിച്ചത്. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളുടെയും സുരക്ഷ ശക്തമാക്കാൻ CISFനോട് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നിരാഹാര സമരത്തിലേക്ക്. മാർച്ച് 1 മുതലാണ് അനിശ്ചിതകാല നിരാഹാര സമരം. ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നുള്ള സുപ്രീം കോടതി വിധി ജനാധിപത്യ വിരുദ്ധമാണെന്നും കെജ്രിവാൾ പറഞ്ഞു. യുദ്ധമുണ്ടായാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്ന് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റുമായ ഫറൂഖ് അബ്ദുള്ള. 4 യുദ്ധങ്ങളുണ്ടായിട്ടും അതിർത്തി രേഖയ്ക്ക് യാതൊരു മാറ്റവുമില്ലെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു.
ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റികൾക്ക് രാഹുൽ ഗാന്ധിയുടെ അംഗീകാരം. 33-അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ PCC അധ്യക്ഷനായ രാജ് ബബ്ബറാണ്. മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടുന്ന വിവിധ കമ്മിറ്റികളിൽ പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും ഉൾപ്പെട്ടിട്ടില്ല. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗോവ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരീക്കർ ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും പരിശോധനകൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ഗോവ ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ അറിയിച്ചു. അസമിൽ വ്യാജമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 102ആയി. 350 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിവേഗ ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സൈഡ് വിൻഡോകൾ തകർന്നു. ഈ മാസം 15-നായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ജമ്മുകാശ്മീരിൽ ഹുറിയത്ത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. ആർട്ടിക്കിൾ 35A പിൻവലിക്കണമെന്ന ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ നിരവധി വിഘടനവാദി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് ഹുറിയത്ത് സംഘടനകളുടെ ബന്ദ് ആഹ്വാനം. ശ്രീനഗറിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിലെ മുസഫർപൂർ ഷെൽട്ടർ ഹോം പീഡനക്കേസിലെ സാക്ഷികൾ ഉൾപ്പെടെ 7 പെൺകുട്ടികളെ ആശുപത്രിയിൽ നിന്ന് കാണാതായി. ബീഹാറിലെ മൊക്കാമയിലുള്ള നസ്രേത്ത് ആശുപത്രിയിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെയാണ് ഇവരെ കാണാതായത്. ഇതിൽ 5 പേർ മുസാഫർപൂർ അഭയകേന്ദ്രത്തിൽ നിന്ന് നേരത്തെ രക്ഷപ്പെടുത്തിയവരാണ്. കശ്മീരിലെ പുഞ്ചിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർക്കായുള്ള റിക്രൂട്ട്മെന്റിൽ നിരവധി തദ്ദേശീയരായ യുവാക്കൾ പങ്കെടുത്തു. നിയന്ത്രണ രേഖയ്ക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന യുവാക്കൾക്ക് മാത്രമായി നീക്കിവച്ചിരിക്കുന്ന തസ്തികകളാണിത്. ഉത്തർപ്രദേശിലെ ബദോഹിയിൽ കാർപ്പറ്റ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കുമെന്ന് വാരണാസി ADGP PV രാമശാസ്ത്രി അറിയിച്ചു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലുള്ള ഇമ്രാൻഖാന്റെ ഫോട്ടോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച BJP പ്രവർത്തകർ പ്രതിഷേധം നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന സൂചനകൾ നൽകി റോബർട്ട് വാദ്ര. ജനസേവനത്തിനായി സ്വയം സമർപ്പിക്കുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ഉത്തർപ്രദേശിൽ തന്നാലാകുന്ന മാറ്റം കൊണ്ടുവരാനാകുമെന്നും വാദ്ര പറയുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുമെന്ന അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അപകടകരമായ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 40 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ഇന്ത്യൻ വികാരം അമേരിക്ക മനസ്സിലാക്കുന്നു. ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നതെന്നും ട്രംപ് പ്രതികരിച്ചു. നൈജീരിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണൽ പുരോഗമിക്കവേ നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി മുന്നിട്ട് നിൽക്കുന്നതായാണ് വിവരം. മുൻ വൈസ് പ്രസിഡന്റ് അറ്റീഖു അബൂബക്കറും ബുഹാരിയും തമ്മിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാന മത്സരം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ വിയറ്റ്നാം സന്ദർശിക്കും. വിയറ്റ്നാം വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ബ്രസീൽ വെനസ്വേലൻ അതിർത്തി അടച്ചതിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്കെതിരെ വൻ പ്രതിഷേധം. രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം എത്തിക്കുന്നത് തടയാൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ബ്രസീൽ അതിർത്തി അടച്ചതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. വെനസ്വേലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യവും ജനങ്ങളും തമ്മിൽ വ്യാപക ഏറ്റുമുട്ടൽ. സംഘർഷങ്ങളിൽ ഇതുവരെ 4 പേർ കൊല്ലപ്പെട്ടു. നിയന്ത്രണം മറികടന്ന് കൊളംബിയയിൽ നിന്നുള്ള സഹായങ്ങൾ സ്വീകരിക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം കണ്ണീർവാതകം പ്രയോഗിച്ചു. അൾജീരിയയിൽ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭം. 40 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രസിഡന്റ് അബ്ദുൽ അസീസ് ബൌഡ് ഫ്ലിക്ക 5ാം തവണ തെരഞ്ഞെടുപ്പ് നേരിടാനൊരുങ്ങുന്നതിനെതിരെയാണ് പ്രതിഷേധം. സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെതിരെ പ്രതിഷേധം കനത്തതോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സുഡാൻ തലസ്ഥാനമായ ഖാത്തുമിലെ പ്രസിഡന്റ് കൊട്ടാരം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. 1 വർഷത്തേക്കാണ് കേന്ദ്രമന്ത്രിസഭയുടെയും പ്രാദേശിക സർക്കാരുകളുടെയും പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ട് സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇടവേളയ്ക്ക് ശേഷം പലസ്തീൻ ഇസ്രയേൽ തർക്കപ്രദേശമായ ഗാസയിൽ പ്രതിഷേധക്കാരും സൈന്യവും ഏറ്റുമുട്ടി. ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് 15 വയസ്സുകാരൻ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഗാസ അതിർത്തിയിൽ പലസ്തീൻ പ്രതിഷേധക്കാർ തുടർച്ചയായി നടത്തിവരുന്ന പ്രകടനത്തിനിടെയാണ് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പില്ലാതെ വെടിയുതിർത്തത്.
വിരമിക്കൽ പ്രഖ്യാപനവുമായി ട്വിറ്റർ സഹസ്ഥാപകൻ ഇവാൻ വില്യംസ് ഫെബ്രുവരി അവസാനത്തോടെ കമ്പനിയുടെ ബോർഡ് അംഗത്വത്തിൽ നിന്നും വിരമിക്കുന്ന കാര്യം ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത്. സ്ഥാപകനായ ജാക്ക് ഡോഴ്സിക്ക് ശേഷം ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള വ്യക്തിയാണ് വില്യംസ്. വിയറ്റ്നാമിലെ 2 മുൻ വാർത്താവിനിമയ മന്ത്രിമാർ അഴിമതി കേസിൽ അറസ്റ്റിലായി. ടെലിവിഷൻ സ്ഥാപനം വാങ്ങുന്നതിലാണ് ഇവർ അഴിമതി നടത്തിയത്. 2015-ലാണ് പൊതുമേഖലാ സ്ഥാപനമായ മൊബിഫോൺ വൻതുക നൽകി സ്വകാര്യ കമ്പനിയായ ഓഡിയോ വിഷ്വൽ ഗ്ലോബൽ വാങ്ങാനുള്ള കരാറിൽ മന്ത്രിമാർ ഒപ്പുവെച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലെ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചു. നിരവധി പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. US അംബാസിഡറെ മാറ്റി സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ. റീമ ബ്ലിൻഡ് രണ്ടാറാണ് പുതിയ അംബാസിഡർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന തണൽ ചാരിറ്റിയുടെ 4ാം വാർഷികാഘോഷം ജിദ്ദയിൽ നടന്നു. ഇബ്രാഹിം പേങ്ങാടന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി MP കുഞ്ഞാലി ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 161ാം ശാഖ നാളെ ദമാമിൽ പ്രവർത്തനം ആരംഭിക്കും. സൗദിയിലെ 16ാമത്തെ ശാഖയാണിത്. 54,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ മാൾ ഒരുക്കിയിട്ടുള്ളത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഔദ്യോഗിക സന്ദർശനാർത്ഥം ഈജിപ്തിലെത്തി. ഷാം അൽ ഷെയ്ഖ് വിമാനത്താവളത്തിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി രാജാവിനെ സ്വീകരിച്ചു. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും രാജാവിനെ അനുഗമിക്കുന്നുണ്ട്. ഈജിപ്തിൽ നടക്കുന്ന അറബ് യൂറോപ്യൻ ഉച്ചകോടിയിൽ അറബ് മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. സ്വദേശികളുടെ കടം എഴുതിത്തള്ളാൻ ഉദ്ദേശമില്ലെന്ന് കുവൈറ്റ് സർക്കാർ. സ്വദേശികളുടെ മുഴുവൻ കടബാധ്യതകളും സർക്കാർ ഏറ്റെടുക്കുകയോ എഴുതിത്തള്ളുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റുകൾ നടത്തിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഫെബ്രുവരി 16-ന് കുവൈറ്റ് സിറ്റിയിലെ ഇറാദ സ്ക്വയറിലാണ് സ്വദേശികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയത്. തലസ്ഥാന ഗവർണറേറ്റിലെ ബുർജ് അൽ സഹ്വയെ ഒമാനിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനൊരുങ്ങി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം. മുവാസലാത്ത് ബസ്സുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കുമായി പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട പദ്ധതി. 30 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യയുടെ PSLV C-45 മാർച്ച് 21-ന് വിക്ഷേപണം ചെയ്യുമെന്ന് ISRO ഡയറക്ടർ K. ശിവൻ അറിയിച്ചു. ഒരു ഇലക്ട്രോണിക്സ് ഇന്റലിജൻസ് ഉപഗ്രഹവും മറ്റ് രാജ്യങ്ങളുടെ 29 ഉപഗ്രഹങ്ങളുമാണ് പേടകത്തിലുള്ളത്. ഇന്ത്യ ആദ്യമായി PSLV ഉപയോഗിച്ച് 3 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലേക്ക് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നുവെന്നതാണ് ദൌത്യത്തിന്റെ പ്രത്യേകത. ഓഫർ പെരുമഴയുമായി ഫ്ലിപ്കാർട്ട്. പ്രശസ്ത ബ്രാൻഡുകളായ ഷവോമി, നോക്കിയ, മോട്ടോറോള, ഹോണർ, റിയൽമി തുടങ്ങിയ ഫോണുകൾക്കാണ് മെഗാ ഡിസ്കൗണ്ടുകൾ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടവറുകളിൽ ഉപയോഗിക്കുന്ന സിഗ്നലുകൾ ആരോഗ്യത്തിന് ഹാനികരമല്ലെന്ന് കേരള ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളായ ഭാരതി എയർടെൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 4G സേവനം അവതരിപ്പിച്ചു. ദ്വീപിൽ ആദ്യമായി ഹൈസ്പീഡ് ഡാറ്റാ സേവനം ലഭ്യമാക്കുന്ന സേവനദാതാക്കളാണ് എയർടെൽ. വാവേ ഗ്രൂപ്പിന്റെ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഹോണറിന്റെ ഏറ്റവും പുതിയ ഹോണർ 10 ലൈറ്റ് കേരളത്തിലെ സ്മാർട്ട് ഫോൺ സ്റ്റോറുകളിൽ ലഭ്യമാകും. 6GB റാമും 64GB റോമും അടങ്ങിയ ഫോണിന് 17,999 രൂപയാണ് വില. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. 2 മത്സരങ്ങൾ മാത്രമുള്ള പരമ്പരയിൽ വിജയത്തുടക്കമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വിശാഖപട്ടണത്ത് വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനത്തിന് അപ്രതീക്ഷിത തോൽവി. ബേൺലിയോടാണ് പട്ടികയിൽ 3ാമതുള്ള ടോട്ടനം തോറ്റത്. 1-നെതിരെ 2 ഗോളിനായിരുന്നു ബേൺലിയുടെ ജയം. ISL-ൽ പ്ലേ ഓഫിലെത്തുന്ന 4ാമത്തെ ടീമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ജംഷഡ്പൂർ FCയെ ചെന്നൈയിൻ FC സമനിലയിൽ തളച്ചതോടെയാണ് ഒരു മത്സരം ശേഷിക്കെ നോർത്ത് ഈസ്റ്റും പ്ലേ ഓഫിലേക്ക് മുന്നേറിയത്. ബംഗളൂരു FC ഗോവ, മുംബൈ FC എന്നീ ടീമുകൾ നേരത്തെ തന്നെ പ്ലേ ഓഫിലെത്തിയിരുന്നു. ബുന്ദേസ് ലീഗയിൽ കിരീട പ്രതീക്ഷ നിലനിർത്തി ബയേൺ മ്യൂണിച്ച്. ഹെർത്ത് ബെർലിനെ എതിരില്ലാത്ത 1 ഗോളിനാണ് ബയേൺ തോൽപ്പിച്ചത്. ജാവി മാർട്ടിനസ് ബയേണിന്റെ വിജയ ഗോൾ നേടി.
ലാലിഗയിൽ സെവിയയെ തകർത്ത ബാഴ്സലോണ. ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ 4-2 എന്ന സ്കോറിനായിരുന്നു ബാഴ്സയുടെ ജയം. 2 തവണ പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ചാണ് ബാഴ്സ വിജയം സ്വന്തമാക്കിയത്. കരിയറിലെ 50ാം ഹാട്രിക് സ്വന്തമാക്കിയ മെസ്സി തന്നെയാണ് കളിയിലെ താരം. തൂങ്ങാമ്പാറ ഇറയാംകോട് മഹാദേവൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ശ്രീ മഹാദേവ പുരസ്കാരം വാവ സുരേഷിന്. 15,001 രൂപയും ഫലകവും പൊന്നാടിയും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 4 വൈകിട്ട് 5 ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി സമ്മാനിക്കും. സ്വകാര്യ ബസ്സിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. കണമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപമാണ് അപകടമുണ്ടായത്. വടശ്ശേരിക്കര സ്വദേശിയും തുലാപ്പള്ളിയിൽ ഹോട്ടൽ തൊഴിലാളിയുമായ തേവർക്കാട്ടിൽ അശോകനാണ് മരിച്ചത്. ചങ്ങനാശ്ശേരി നഗരസഭ 1-ാം വാർഡ് യോഗത്തിൽ മൊബൈൽ ടവറിനെതിരെ ബഹളം. യോഗത്തിൽ സംബന്ധിച്ച നഗരസഭാ ചെയർമാൻ ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ വേണ്ട നടപടി കൈക്കൊള്ളാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അംഗങ്ങൾ ശാന്തരായത്. വാർഡ് സഭ മുനിസിപ്പൽ ചെയർമാൻ ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാഴപ്പള്ളി പഞ്ചായത്ത് 2019-20 ബജറ്റ് വൈസ് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് അവതരിപ്പിച്ചു. 28.5 കോടി രൂപ വരവും 20.5 കോടി രൂപ ചെലവും 8 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 1 കോടി രൂപ ഉൽപാദന മേഖലയ്ക്കും 2.5 കോടി രൂപ സേവന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്ക് 2 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നല്ലത് കാണാനുള്ള മനസ്സുണ്ടെങ്കിൽ ആഹ്ലാദത്തോടെ ജീവിക്കാനാകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. പുത്തരിക്കണ്ണ മൈതാനിയിലെ വിശുദ്ധ ജോൺ പോൾ II നഗറിൽ നടക്കുന്ന 14ാമത് അനന്തപുരി കാത്തലിക് ബൈബിൾ കൺവെൻഷനിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും വിവിപാറ്റ് സംവിധാനത്തിലായിരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ കെ വാസുകി അറിയിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ട് സ്ഥിരീകരിക്കാൻ വിവിപാറ്റിലൂടെ കഴിയും. രേഖപ്പെടുത്തിയ വോട്ട് സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങിയ സ്ലിപ്പ് രൂപത്തിൽ മെഷീനിൽ തന്നെ സൂക്ഷിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി പരിശോധിക്കാം. കുടിവെള്ളം, പാൽ, എണ്ണ, മത്സ്യം തുടങ്ങിയവയിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്താനും മായം ചേർക്കലിനെതിരെ ബോധവൽക്കരണവും നൽകും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റ് പാസായി. ഭരണപക്ഷത്തെ 44 അംഗങ്ങളുടെ പിന്തുണയോടെ പാസായ ബജറ്റിന്റെ വോട്ടെടുപ്പിൽ നിന്നും UDF കൌൺസിലർമാർ വിട്ടുനിന്നു. BJPയിലെ 34 കൌൺസിലർമാരും ബജറ്റിനെതിരായി വോട്ട് ചെയ്തു. ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ നടത്തിയ രാഷ്ട്രീയ പരാമർശങ്ങൾ കൌൺസിലിൽ ബഹളത്തിനിടയാക്കി. കോന്നി പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ ഇലകൊള്ളൂരിലെ വിവിധ പ്രദേശങ്ങളിലെ വയലുകൾ വ്യാപകമായി നികത്തുന്നു. അനധികൃത നികത്തലിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്ന ആക്ഷേപം. ഇലകൊള്ളൂരിൽ നന്ദികേശ മണ്ഡപം, വലിയ പറമ്പിൽ കോംപ്ലക്സ്, പഴയ പ്രസ് എന്നിവയ്ക്ക് സമീപ പ്രദേശങ്ങളിലാണ് വ്യാപക വയൽ നികത്തൽ കണ്ടെത്തിയത്. പ്രളയം ബാധിച്ച ക്ഷീരമേഖല ശക്തിപ്പെടുത്തുന്നതിന് മിൽമയുടെ 3 യൂണിറ്റുകൾ വഴി 44 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ക്ഷീരവികസന മന്ത്രി കെ രാജു. ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരകർഷക പാർലമെന്റ് പരിപാടിയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ചീമേനിയിൽ വൈദ്യുതി കമ്പികൾ ഉരസി കശുമാവിൻ തോട്ടങ്ങളിലേക്ക് തീ പടർന്ന് ഏക്കർ കണക്കിന് സ്ഥലത്തെ കശുമാവ് കത്തിനശിച്ചു. പതാവൂർ നിരയൻമൂലയിലെ സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോട്ടത്തിലാണ് തീപിടിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആരോഗ്യ സന്ദേശയാത്ര തിരുവല്ലയിൽ സമാപിച്ചു. തിരുവല്ല MGM ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് ചാത്തങ്കരി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CS നന്ദിനി മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ നികുതി പ്രഖ്യാപനങ്ങളില്ലാതെ 2019-20 സാമ്പത്തിക വർഷത്തെ കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് ഡെപ്യൂട്ടി മേയറും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ TJ വിനോദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. തൃക്കാക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരങ്ങളുടെ കുടിശ്ശിക കേസുകൾ ഒഴിവാക്കുന്നതിനായി ഫെബ്രുവരി 25 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ തൃക്കാക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ അദാലത്ത് നടത്തുന്നു. ആധാരങ്ങൾ അണ്ടർ വാല്യുവേഷൻ നടപടികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ 0484242350 എന്ന നമ്പറിൽ വിളിക്കുക.
ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ കൂടുകൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഇതിലൂടെ ഉയർന്ന മത്സ്യോൽപാദനം വരുമാനവും ലഭിക്കും. കൂടുകൃഷിക്ക് 1400 യൂണിറ്റാണ് സംസ്ഥാനത്ത് അനുവദിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തൃപ്പൂണിത്തുറ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആധുനിക കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ശിലാസ്ഥാപനം ഫെബ്രുവരി 25 വൈകിട്ട് 3 തൊഴിൽ വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിർവഹിക്കും. എറണാകുളം എക്സൈസ് ഡിവിഷനിലെ വിവിധ അബ്കാരി കേസുകളിൽ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ വാഹനങ്ങൾ എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നിലവിലുള്ള ലേലവ്യവസ്ഥകൾക്ക് വിധേയമായി മാർച്ച് 14 രാവിലെ 11 മാമല എക്സൈസ് റേഞ്ച് ഓഫീസിൽ പരസ്യമായി ലേലം ചെയ്യും. ലേല നിബന്ധനകളും മറ്റു വിവരങ്ങളും ഓഫീസിൽ നിന്നോ ജില്ലയിലെ മറ്റ് എക്സൈസ് ഓഫീസുകളിൽ നിന്നോ ലഭ്യമാകും. കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധിയിലും തളരാതെ വികസന പ്രതീക്ഷയുമായി സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഏൽക്കേണ്ടി വന്ന സർക്കാരിന് സാമ്പത്തികമായി നാടിന്റെ വികസന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാൻ നേരിടേണ്ടി വന്ന കടമ്പകൾ വളരെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ അധികാരത്തിൽ വന്ന 1000 ദിനം പിന്നിടുമ്പോഴേക്കും 1000 പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത് പ്രധാന നേട്ടമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ. ചന്ദ്രശേഖരൻ. സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ 20 വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രിയുടെ പരാമർശം. വയനാട് ജില്ലയിൽ ഏറെ സാധ്യതയുള്ള ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കാർഷിക സെമിനാർ. 5 ഏക്കറോളം സ്ഥലമുണ്ടെങ്കിൽ സമ്മിശ്ര കൃഷിയോടൊപ്പം ഫാം ടൂറിസം ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. സെമിനാറിൽ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷക ഗ്രൂപ്പ് പ്രതിനിധികൾ പങ്കെടുത്തു. ചെറുകിട വ്യവസായ അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 26 കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. പ്രളയബാധിതരായ ചെറുകിട വ്യവസായികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലയിലെ ഗ്രാമീണ ഗ്രന്ഥശാലയിലെ ലൈബ്രറിയന്മാർക്കു വേണ്ടി സംഘടിപ്പിച്ച ക്ലാസിഫിക്കേഷൻ പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ബത്തേരി താലൂക്കിലെ പരിശീലനം 25, 26 തീയതികളിൽ മീനങ്ങാടി AKG സ്മാരക ലൈബ്രറിയിലും മാനന്തവാടി താലൂക്കിലെ പരിശീലനം സോളിഡാരിറ്റി ലൈബ്രറിയിലും നടക്കും. മീനങ്ങാടി കൃഷ്ണഗിരിയിൽ വാഹനാപകടം, യുവാവ് മരിച്ചു. പാതിരിപ്പാലം മുണ്ടനടപ്പ് നൌഷാദാണ് മരിച്ചത്. ബൈക്കും കർണാടക RTC ബസും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വയനാട് പനമരം ആയിരന്നൂർ ഓട്ടോയിൽ ബസ്സിടിച്ച് ഓട്ടോ യാത്രക്കാർക്ക് പരിക്ക്. ചെറുകാട്ടൂർ കോളനി കുളിയൻ, കൊയിലേരി ഊർപ്പള്ളി തങ്കച്ചൻ, വെള്ളമുണ്ട ഏഴേനാൽ ചന്ദ്രബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് താമരശ്ശേരിയിൽ തുടക്കമായി. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2019-20 വാർഷിക പദ്ധതിയിൽ നടപ്പാക്കുന്ന 20 പദ്ധതികളുടെ ഭാഗമാണിത്. പദ്ധതികൾ കളക്ടർ സാംബശിവറാവു ഉദ്ഘാടനം ചെയ്തു. വഴിമുടക്കി പ്രകടനം നടത്തിയതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും കണ്ടാലറിയാവുന്ന 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നടക്കാവിലെ ADGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് കേസിന് ആസ്പദമായ സംഭവം. എടക്കരയിൽ ടെൻഡർ കഴിഞ്ഞ 32 റോഡുകളുടെ നിർമ്മാണം തുടങ്ങാത്തതിനാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രതിസന്ധിയിലെന്ന പ്രതിപക്ഷം. 60% തുക ചെലവഴിക്കേണ്ട ഉൽപാദന, ജീവിതോപാധി മേഖലകളിലുള്ള പദ്ധതികൾ നടപ്പാക്കാത്തതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതാണ് റോഡ് പണി മുടങ്ങാൻ കാരണം. മമ്പാട് MES കോളേജിൽ നിന്നും വിരമിച്ച അധ്യാപകരുടെ സംഗമം നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടന്നു. 50ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. 3 മണിക്കൂറിലധികം ഒത്തിരുന്ന സൗഹൃദം പുതുക്കിയാണ് ഇവർ പിരിഞ്ഞത്. ബില്ല് കുടിശ്ശികയുള്ളവർക്ക് അർഹമായ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ BSNL സൗകര്യമൊരുക്കുന്നു. ഫെബ്രുവരി 25 നിലമ്പൂർ കസ്റ്റമർ സെന്ററിലും 26 വണ്ടൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിലും വാർഷിക കുടിശ്ശിക നിവാരണ മേള സംഘടിപ്പിക്കും.
വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിക്ക് 44 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മഞ്ചേരി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ കോടതി ഉത്തരവിട്ടു. വെസ്റ്റ് കോഡൂർ സ്വദേശിനി നിസാമിന്റെ ഭാര്യ മുനൈബയ്ക്കാണ് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത്. 2015-ലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രളയക്കെടുതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നഷ്ടമായ ചെറുതോണിയുടെ പുനർനിർമ്മാണത്തിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് റോഷി അഗസ്റ്റിൻ എംഎൽഎയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിൽ കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിലും ജപ്തി നടപടികൾ നിർത്തിവെക്കാത്ത ബാങ്കുകളുടെ നിലപാടിനെതിരെയും പ്രതിഷേധിച്ച് അടുത്ത മാസം 5-ന് ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തുമെന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. സർക്കാർ റവന്യൂ റിക്കവറി പോലും നിർത്തിവെച്ചിട്ടില്ലെന്നും സർഫാസി നടപടികൾ നിർത്തിവെക്കാൻ കഴിയില്ലെന്നുമാണ് ബാങ്കുകളുടെ നിലപാട്. ഇടുക്കി ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോപ്പതി സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 26-ന് രാവിലെ 10:30-ന് തൊടുപുഴ തരണിയിൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ BHMS ഗ്രേഡ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇടുക്കി കരിങ്കുന്നം പഞ്ചായത്തിലെ വസ്തുനികുതി, തൊഴിൽ നികുതി, ഡിയാൻഡോ ലൈസൻസ് എന്നിവ കുടിശ്ശികയുള്ളവർ മാർച്ച് 31-നകം പഞ്ചായത്തിൽ അടയ്ക്കണം. വസ്തുനികുതി ഒറ്റത്തവണയായി അടയ്ക്കുന്നവർക്ക് പിഴപ്പലിശ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പേയ്മെന്റ് സൗകര്യവും ലഭ്യമാണ്. ഇടുക്കിയിൽ 2ാം വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. മാറാടി 66 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത് വധക്കേസ് പ്രതിയാണെന്നും കേരള പോലീസിൽ സാധാരണക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്നും VT ബൽറാം MLA. പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയത്തിൽ മുങ്ങിത്താഴ്ന്ന മുരിയാട്, കാട്ടൂർ, തെക്കുംപാടം പാടശേഖരങ്ങളിൽ ഇത്തവണ ഇരട്ടി വിളവ് ലഭിച്ചു. കൊയ്ത്ത് കഴിഞ്ഞയിടങ്ങളിലെ കണക്ക് പ്രകാരം ശരാശരി ഒരേക്കർ പാടശേഖരത്തു നിന്നും 30 ക്വിന്റൽ നെല്ലിനു മുകളിൽ ഇത്തവണ വിളവ് ലഭിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ 20 മുതൽ 23 വരെ ക്വിന്റലാണ് ലഭിച്ചിരുന്നത്. ജില്ലാ പാരലൽ കോളേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പറവട്ടാനി വിദ്യാജ്യോതി കോളേജിൽ നടന്ന കലോത്സവത്തിൽ ഗുരുവായൂർ മേഴ്സി കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. പൂവത്തൂർ മേഴ്സി കോളേജ് 2ഉം ICMS തൃശൂർ 3ഉം സ്ഥാനങ്ങൾ നേടി. നിരക്ഷരരെ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 26 വൈകിട്ട് 3-ന് കൊടകര ബ്ലോക്ക് ഹാളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്കായി ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്തു. 90,000 രൂപ വിലയുള്ള ഇലക്ട്രോണിക് വീൽചെയറുകളാണ് വിതരണം ചെയ്തത്. നഗരസഭാ ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 27-ന് മാരത്തോൺ സംഘടിപ്പിക്കുന്നു. കണ്ണൂർ നഗരത്തിൽ രാവിലെ 6 മണിക്കാണ് മാരത്തോൺ നടക്കുക. സ്ത്രീകൾ, പുരുഷന്മാർ എന്നീ 2 വിഭാഗങ്ങളിലായാണ് മാരത്തോൺ മത്സരം. വിനോദസഞ്ചാരികളെ ഉത്തരമലബാറിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ വിനോദസഞ്ചാര വികസന പദ്ധതിയായി മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയെ മാറ്റുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മംഗലശ്ശേരി ബോട്ട് റേസ് പവലിയന്റെയും പഴയങ്ങാടി റിവർ വ്യൂ പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവശത അനുഭവിക്കുന്ന നിർധനർക്ക് കാരുണ്യത്തിന്റെ കരുതലൊരുക്കി പൂർവ്വ വിദ്യാർത്ഥി സംഘടന. കോഴിക്കോട് അത്തോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം പ്രവർത്തകരാണ് കൈത്താങ് എന്ന പെൻഷൻ പദ്ധതിക്ക് തുടക്കമിട്ടത്. വടകര ആയഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അക്രമം നടന്നത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ആയഞ്ചേരിയിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചു. മലയാള കാർട്ടൂണിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള മീഡിയ അക്കാദമിയും കൊല്ലം പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന കാർട്ടൂൺ കോൺക്ലേവിന് കൊല്ലത്ത് തുടക്കമായി. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് 1 കിലോ സ്വർണം പിടികൂടി. ദോഹയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ വന്ന കോഴിക്കോട് സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. പോക്കറ്റിലിട്ടുകൊണ്ടുവന്ന സ്വർണം ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിയ കവറിൽ ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്.
ചലച്ചിത്ര നാടക നടൻ CJ കുഞ്ഞുകുഞ്ഞ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഈ മയോ എന്ന ചിത്രത്തിൽ ചൗരോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 100 ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി അൻസുവെത്തും. നമസ്കാരം.